ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നാടിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിക്കാതെ പോയ ഒരു സംഭവമാണ് വാക്കിലട. ഒരു പക്ഷേ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം വരുന്നതിന് മുന്നേ തന്നെ നമ്മളിൽ നിന്നും ഇല്ലാതായതുകൊണ്ടാവാം ഒരു പക്ഷേ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പറ്റാതെ പോയത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കുറേ തിരഞ്ഞിട്ടും അതിൻ്റെ ഒരു ഫോട്ടോസുകളും വീഡിയോസുകളും നമുക്ക് കിട്ടില്ല എന്നതാണ് നമ്മുടെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം. അടുത്ത തലമുറകൾക്ക് അത് വാക്കിലടയെ പറ്റി പരിചയപ്പെടുത്താനും ഇങ്ങനെ ഒരു സംഭവം ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാനും അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു തെളിവുകളും നമ്മളിൽ ഇല്ലാതായിപ്പോയി എന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. ഒരു പക്ഷേ ആ വാക്കിലട ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ ഒരു ഇടം പിടിച്ച് ഒരു സ്ഥാനം പിടിച്ച് കുറേ സന്ദർശകർ ഇവിടേക്ക് എത്തിച്ചേരുമായിരുന്നു എന്നതാണ്. ചെങ്കൽക്കോറിയുടെ ഖനനം മൂലം അത് നമ്മളിൽ നിന്നും പാടെ തുടച്ചു നീക്കി എന്നതാണ് നമ്മളെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം. ഒരു തരി പോലും ബാക്കി വെക്കാതെ അത് പൂർണ്ണമായും നമ്മളിൽ നിന്നും നശിച്ചു എന്നതാണ് നമ്മൾക്ക് ഏറെ വേദനീയമായ ഒരു അനുഭവം. ഇനിയുള്ള ചരിത്രങ്ങൾ നമ്മളിൽ നിലനിൽക്കാനും അത് അടുത്ത തലമുറയ്ക്ക് കൈമാറാനും വേണ്ടിയാണ് നാം ഈ ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സഹകരിച്ച് തരണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് മുട്ടിച്ചിറ ശ്രോതാക്കളുടെ ആണ്ട് നേർച്ച. അതും നമ്മുടെ നാടിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു സംഭവമാണ്. വലിയവരും കുട്ടികളും എല്ലാവരും കൂടി അതിഉത്സാഹത്തോടെ നടത്തുന്ന ഒരു നേർച്ചയാണ് മുട്ടിച്ചിറ ശ്രോതാക്കളുടെ ആണ്ട് നേർച്ച. മരുവ് നിസ്കാരാന്തരം ലീലംവിളിയും അതുപോലെ തന്നെ ഇറച്ചിയും പത്തിരിയും എല്ലാം കൊടുത്ത് വളരെ വിപുലമായി തന്നെ നമ്മൾ നടത്തി വരുന്ന ഒരു പരിപാടിയാണ് മുട്ടിച്ചിറ ശ്രോതാക്കളുടെ ആണ്ട് നേർച്ച. അതും നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ വാളക്കുട ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായാണ് നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ വാളക്കുടയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച മറ്റൊരു സംഭവമാണ് SSF ഡിവിഷൻ സാഹിത്യോത്സവം. അതും ഇതേപോലെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഒരു ഇടം പിടിച്ച സംഭവമാണ്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ കഠിന പ്രയത്നം കൊണ്ടായിരിക്കാം ചരിത്രത്തിൽ ഇടം പിടിക്കാൻ കാരണമായത്. ഒരു ഡിവിഷൻ്റെ പരിപാടിയായിട്ട് പോലും എല്ലാ വളണ്ടിയേഴ്സും സ്റ്റേജിലായാലും അതുപോലെ തന്നെ വണ്ടി നിയന്ത്രണത്തിനായാലും ഭക്ഷണശാലയിലായാലും എല്ലാത്തിനും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരാണ് അതിൽ സജീവമായി എന്നതാണ് ഒരു പക്ഷേ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ കാരണം. അത് ഇപ്പോഴും ഡിവിഷനിലും എല്ലാ സ്ഥലത്തും അത് ഇപ്പോഴും ചർച്ചയാവുകയാണ്. അതുപോലെ തന്നെ മാർഗദീപം കോച്ചിങ് സെൻ്ററും കുട്ടികളിൽ നിന്നും ഫീസൊന്നും വാങ്ങാതെ പൂർണ്ണമായും ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു ട്യൂഷൻ സെൻ്ററാണ് മാർഗദീപം ട്യൂഷൻ സെൻ്റർ. ഒരു പക്ഷേ ഇതേമാതിരി ഒരു പക്ഷേ ഈ നാട്ടിൽ നമ്മുടെ മലപ്പുറത്ത് അല്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല എന്നതാണ്. നമ്മുടെ ഈ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒന്ന് മെച്ചപ്പെടുത്തണമെന്ന തീരുമാനത്തോടു കൂടിയാണ് മാർഗദീപം ട്യൂഷൻ സെൻ്റർ ആരംഭിക്കുന്നത്. ഈ മാർഗദീപം ട്യൂഷൻ സെൻ്റർ തുടങ്ങിയത് മുതൽ നാട്ടിലെ കുട്ടികൾക്ക് വളരെ മാറ്റമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തുടർ പഠനത്തിലായാലും നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു സംഭവമാണ് ഡയാലിസിസ് സെൻ്റർ. എല്ലാവർക്കും സൗജന്യമായി ഡയാലിസിസിനുള്ള സൗകര്യമൊരുക്കിക്കൊണ്ടാണ് നമ്മളുടെ അബിയർ അലീവ് ഡയാലിസിസ് സെൻ്റർ നമ്മുടെ നാട്ടിൽ ആരംഭിച്ചിരിക്കുന്നത്.
അങ്ങനെ ഇനിയും ഒരുപാട് വീഡിയോസുകളും ചരിത്രങ്ങളും ഈ ചാനലിൽ വരും എന്ന പ്രതീക്ഷയോടെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.